കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട ടിയ മാത്യു അങ്കിൾ ഒരിക്കൽ എന്നോട് IPL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ പ്രയർ ലൈനിന്റെ ആരംഭകഥ സൂചിപ്പിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പെന്തക്കോസ്ത് ദിനത്തിലുണ്ടായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭിന്നതകളെ തകർത്ത് ജനങ്ങൾ പരസ്പരം ക്രിസ്തുവിൽ ഒരുമനപ്പെട്ട് സുവിശേഷ പ്രഘോഷണത്തിനായി കൈകോർത്തതായിട്ട് നാം വായിക്കുന്നു. ഇതുപോലെ പല തിരുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ട് ഈ ഇന്റർനാഷണൽ പ്രയർ ലൈനിന്റെ ആരംഭം കുറിക്കുവാനായിട്ട് 11.5 വർഷങ്ങൾക്ക് മുമ്പ് സാധിക്കുകയും എന്നീ മീറ്റിംഗുകൾ നടത്തുവാനും കൃപ ചെയ്തതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പക്ഷേ എന്നെ ഇതിലേറെ ചിന്തിപ്പിച്ചത് കോവിഡ് എന്ന മഹാവിപത്ത് മാനവരാശിയെയും ഭൂമി മുഴുവനെയും സ്തംഭിപ്പിച്ച നാളുകളിൽ ജനസമ്പർക്കമില്ലാതെയും മരണത്തിന്റെയും ഏകാന്തതയുടെയും ഭീതിയുടെയും രോഗത്തിന്റെയും മധ്യത്തില് ക്രിസ്തീയ കൂട്ടായ്മയുടെ പ്രത്യാശയും സമാധാനവും സ്നേഹവും ഒക്കെ ആചരിപ്പാനും കർത്താവിൽ ബലപ്പെടാനും ഇന്റർനാഷണൽ പ്രയർ ലൈനിനെ ദൈവം മുന്നമേ ഒരുക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തിന്റെ സ്തുതി. മഹാപ്രളയകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച നോഹയ്ക്ക് ഒരുക്കിയ പെട്ടകം പോലെ കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് ഒരു പ്രാർത്ഥനാ പേടകമായി ഈ കൂട്ടായ്മയെ ദൈവം കൂടുതലായി എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് കർത്താവ് തന്നത് സങ്കീർത്തനം 42:1. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഈ ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്താവിഷയം. ദൈവത്തിന്റെ ആത്മാവിനെ ജാഗ്രതയോടെ ആഗ്രഹിക്കുവിൻ. Be alert and long for the Spirit of God. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ലോകത്തിന്റെ ആശ്വാസങ്ങളിൽ രമിക്കാതെ നിന്റെ ആത്മാവിനാൽ നിരന്തരം ആഗ്രഹിക്കുവാനും കണ്ടെത്തുവാനും അതിൽ സ്ഥിരതയോടെ ജീവിപ്പാനുമുള്ള ദൈവകൃപയെ നൽകി അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്രകാരം ഒരു കഥ കസ്തൂരി മാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കസ്തൂരി മാൻ മസ്ക്. കസ്തൂരി മാനിൽ നിന്നാണല്ലോ കസ്തൂരി എന്ന വിലപിടിപ്പുള്ള സുഗന്ധ വസ്തു ലഭ്യമാവുന്നത്. എന്നാൽ തന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തുവാനായിട്ട് കസ്തൂരിമാൻ തന്റെ ജീവിതകാലം മുഴുവനും കാടുകളിൽ അത് ഉഴന്നു നടക്കുന്നതായിട്ടാണ് കഥ. ഈ കഥയുമായിട്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കസ്തൂരിമാനിനെ പോലെ മനുഷ്യൻ ദൈവത്തെ പുറമേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലാണ്, ആത്മാവിൽ തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാതെ ജീവിതകാലം മുഴുവനും നമ്മൾ ഉഴന്നു നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 27 ഇപ്രകാരം പറയുന്നു: അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, അവരെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പാർപ്പിച്ചു. അവരുടെ ജീവിതകാലവും സ്ഥലവും നിശ്ചയിച്ചു. ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കാനും അവനെ കണ്ടെത്താനും. എന്നാൽ ദൈവം തന്നെ തേടുന്നവർക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സമീപസ്ഥനുമാണ്. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. മനുഷ്യന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് തന്നെ ദൈവസ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച് ഇവിടെ ആക്കിയപ്പോഴാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം 7 പ്രതിപാദിച്ചിരിക്കുന്ന ജീവശ്വാസം എന്ന വാക്ക് സുറിയാനി ഭാഷയില് റൂഹ എന്നതാണ്. അതായത് ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഊതിയപ്പോൾ അവൻ ആത്മീയ ജീവിയായിട്ട് മാറി. എന്നാൽ പ്രിയമുള്ളവരെ,
ഈ ആത്മാവിനെ നാം ഗണ്യമാക്കാതെ, തിരിച്ചറിയാതെ എവിടേക്കോ പോയി. എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഇന്നീ സന്ധ്യയെങ്കിൽ നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് ആത്മാവിന്റെ ഫലങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ദൗത്യം നിർവഹിക്കാതെ ലോകത്തിന്റെ ആകർഷണങ്ങളിലേക്ക്, ആർഭാടങ്ങളിലേക്ക് വഴുതി വീണു. ഒരു കഥ പോലെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകള് കോർത്തിണക്കിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:8 ഇപ്രകാരം പറയുന്നു: ദൈവം കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ അവർ ഒളിച്ചു. മനുഷ്യന്റെയും ദൈവത്തിന്റെയും ബന്ധത്തിൽ വീണ ആദ്യ പൊട്ടലായിരുന്നു അത്. കഥ വിവരിക്കണ്ടെന്ന് എനിക്കറിയാം. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 4:16 ഇപ്രകാരം പറയുന്നു: അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെയും മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നും പുറപ്പെട്ടു പോവുകയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയതിനൊപ്പം പാപവും പെരുകിയതായിട്ട് തുടർന്ന് നമ്മൾ അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 6:3 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ. പ്രിയ ദൈവജനമേ, മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്നും പിന്മാറി തുടങ്ങി. യാക്കോബ് തന്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2:26 ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നു. നാം ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ആത്മാവ് സജീവമായിട്ടാണോ, കർത്താവിന്റെ ആത്മാവ് നമ്മിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ രാത്രിയെങ്കിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പാപം മൂലം ആത്മീയരായി നിർജീവനായ മനുഷ്യൻ തന്റെ ഉള്ളിൽ നിറയപ്പെടുന്ന ശൂന്യതയെ, ദാഹത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ അന്വേഷിച്ചുഴലുകയാണ്. കസ്തൂരിമാൻ തന്റെ സുഗന്ധം അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് ലഭ്യമാകാതെ വരുമ്പോൾ എന്തോ ഒരു ശൂന്യത നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ആ ശൂന്യതയെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ലൗകികമായ സുഖങ്ങളിൽ നിന്നും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ശൂന്യതയെ നിറയ്ക്കുവാൻ ശ്രമിക്കുമെങ്കിലും അവസാനം നാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ദാഹം സൃഷ്ടി തന്റെ ഉടയവനിലേക്ക് ചേരേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമാണ്. ദൈവസ്വരൂപത്തിലും ദൈവത്തിന്റെ ആത്മാവിലും സൃഷ്ടിച്ച മനുഷ്യൻ തന്റെ സൃഷ്ടിതാവിലേക്ക് മിഴികൾ ഉയർത്തുകയും ദൗത്യം നിർവഹിക്കുകയും ചെയ്യേണ്ടതാണെന്ന് വേദപുസ്തകം നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. കുടുംബം, വിദ്യാഭ്യാസം, ധനം, മാനം എല്ലാം നേടിയിട്ടും ഈ ജീവിത സായാഹ്നത്തിൽ ഒരു നിലവിളി, ഒരു വിങ്ങൽ എന്റെ ഉള്ളില്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിൽപ്പുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മൃദുസ്വരം കേൾക്കാൻ സാധിക്കും: നിന്റെ സൃഷ്ടാവെങ്കിലേക്ക് തിരിയുക. തിരിയേണ്ട വിധത്തിൽ നാം തിരിയണം, പൂർണ്ണമായി തിരിയേണ്ടതായിട്ടുണ്ട്. പ്രിയ ദൈവജനമേ, യോവേൽ പ്രവാചകനിലൂടെ 2:28 യഹോവ അരുളി ചെയ്തു: അതിന്റെ ശേഷമോ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ വാഗ്ദാനമാണിത്. ഈ പ്രവചന നിവൃത്തിയായത് യേശുക്രിസ്തുവിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 7 ക്രിസ്തു വിളിച്ചു പറയുന്നു: ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവൻ ഇതിൽ തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇവിടെയെല്ലാം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് 3 കാര്യങ്ങൾ. അതിലേക്ക് ഞാൻ വരട്ടെ. 1, ദൈവത്തിന്റെ ആത്മാവിനായി നിരന്തരം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 33 ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, തയ്യാറാവുന്നുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാപം ചെയ്തതായ ദാവീദ് സങ്കീർത്തനം 51 പ്രാർത്ഥിക്കുന്നുണ്ട്: നിന്റെ സാന്നിധ്യത്തിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും നീക്കരുത്. യെശയ്യാ പ്രവാചകനും 63 ജനം മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത്
യെശയ്യാവ് വേദനിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ജീവിതം ശൂന്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ധാരാളം കഥാപാത്രങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി ഓർമ്മിപ്പിക്കാനുള്ളത്, ജീവിതത്തിന്റെ പ്രയാസ ദുർഘടമായ അവസ്ഥകളിലും ദൈവസാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിൽ തന്നെ സ്ഥിരതയുള്ളവരായി ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. 63-ാം സങ്കീർത്തനം ദാവീദ് പാടുമ്പോൾ മരുഭൂമിയിലായിരുന്നു. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഏകാന്തതയുടെയോ തടവറുകളുടെയും പരീക്ഷണങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ ശക്തി ലഭിക്കുവാനായി നിരന്തരം പ്രാർത്ഥിച്ചവരുടെ മേൽ അവ പകരപ്പെട്ടതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്തെഫാനോസിന്റെ കഥയിലും പൗലോസിന്റെ കഥയിലും മഗ്ദല മറിയം എന്നിവരൊക്കെയും ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതായിട്ടോ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, ഭൗതികമായ അനുഗ്രഹങ്ങൾക്കപ്പുറം നമ്മുടെ ഹൃദയത്തെ ദൈവം മുമ്പാകെ സമർപ്പിക്കുക. സഭാപ്രസംഗി 3:11 പറയുന്നു, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വിളിച്ചിരിക്കുന്നു. ജ്ഞാനിയായ ശലോമൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ലോകസുഖങ്ങൾ, സൗഭാഗ്യങ്ങൾ, ദുരിതങ്ങൾ, ദൗർഭാഗ്യങ്ങൾ, രോഗങ്ങളായിക്കോട്ടെ, എല്ലാം ദൈവത്തിന്റെ സമയത്ത് തന്നെ നടക്കുന്നു, ദൈവത്തിന്റെ അറിവോടുകൂടി നടക്കുന്നു. എന്നാൽ അതിനൊപ്പം മനുഷ്യന്റെ ഹൃദയം പൂർണ്ണതയിലേക്ക് തിരിയുവാൻ ദൈവം നിത്യതയുടെ ബോധം നമ്മിൽ വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിനക്കുള്ളിൽ വിശ്രമിക്കുന്നത് വരെ അശാന്തമായിരിക്കും. സെന്റ് അഗസ്റ്റിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ യൗവനകാലത്ത് തത്വശാസ്ത്രങ്ങളിലും ലൗകികമായ സുഖങ്ങളിലും ജീവിതത്തിന് അർത്ഥവും സന്തോഷവും കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട സെയിന്റ് അഗസ്റ്റിൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തന്റെ ആത്മാവിന്റെ നിലവിളിക്ക് ശമനമുണ്ടാവുകയും ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം കണ്ടെത്താൻ കഴിഞ്ഞു എന്നും വായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വേദപുസ്തകം തുടങ്ങുന്ന ഉൽപ്പത്തിയിൽ പാപം ചെയ്ത മനുഷ്യരിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിനെ മടക്കിയെടുത്തു എന്ന് നമ്മൾ കേട്ടെങ്കിൽ, വേദപുസ്തകം അവസാനിക്കുന്ന വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായമായ 22-ൽ യോഹന്നാനിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 17-ാം വാക്യത്തിൽ, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ആത്മാവും സഭയും, മണവാട്ടി എന്ന് പറയുന്നത് സഭയാകുന്നു. ഈ വചനം കേട്ട് വിശ്വസിച്ചവരുടെ കൂട്ടമുണ്ട്. അവരും നമ്മെ ക്ഷണിക്കുകയാണ്. എവിടേക്കാണ് ക്ഷണിക്കുന്നത്? നിത്യജീവനിലേക്ക്. ആത്മീയദാഹം ശമിപ്പിക്കാനുള്ള ഒരു തുറന്ന ക്ഷണമാണിത്. പാപം മൂലം അകന്നവരായ നമുക്ക് കൃപയാൽ, എപ്പോഴും നമ്മൾ ഓർക്കണം, കൃപയാലാണ്, സൗജന്യമായാണ് ഈ ആത്മാവിനെ പകർന്നു തരുന്നത്. നമുക്ക് അർഹതയുണ്ടായിട്ടല്ല, പിന്നെയോ സൗജന്യമായി ദൈവം ലോകത്തെ മനുഷ്യരെ സ്നേഹിക്കാൻ യേശുക്രിസ്തു മുഖാന്തരം ഈ ആത്മാവിനെ നമുക്ക് നൽകുന്നു. പ്രിയ ദൈവജനമേ, ഈ സന്ധ്യയെങ്കിൽ നമ്മെ തന്നെ നമ്മുടെ ഉടയവനിലേക്ക് സമർപ്പിക്കാം. പൂർണ്ണമായിട്ട് ദൈവാത്മാവിനായി നിരന്തരം പ്രാർത്ഥിക്കാം. ഹൃദയത്തിനുള്ളിൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള ദാഹവും ഉണ്ടാകുവാനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കുവാൻ സാധ്യമാവുന്ന വിശ്വാസയോഗ്യമായ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള എല്ലാ വഴികളും വിശ്വാസ സമൂഹമായുള്ള കൂട്ടായ്മയും നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ഇടപാടുകളും ആരാധനകളും ആഘോഷങ്ങളും സൗഹൃദ കൂട്ടായ്മകൾ പോലും ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ആഗ്രഹമായിരിക്കണം, അനുഭവമായിരിക്കണം. ക്രിസ്തുമസിന്റെ കാലഘട്ടമൊക്കെ വരുമ്പോഴും ക്രിസ്തുവിനെ മറന്നൊരു ആഘോഷം, ആർഭാടം നമുക്കുണ്ടാവരുത്. ഞാൻ
കേൾക്കുന്ന വിശ്വാസികള് ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിക്കപ്പെട്ടതിന്റെ കാരണവും ഇത് തന്നെയാണ്. തന്റെ ഉടയവനിലേക്ക്, സൃഷ്ടിതാവിലേക്കുള്ള ആഗ്രഹമാണ്, ആ വിളിയോടുള്ള സമീപനമാണ്. സങ്കീർത്തനക്കാരൻ ചൊല്ലിയതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. ശരീരവും മാനസികവും ആത്മീയവുമായി ബലമില്ലാത്തവരായ ഞങ്ങൾ ഏവരെയും കർത്താവെ നിന്റെ വചനമായി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. ഈ ദൈവവചനത്തിൽ ശരണപ്പെട്ട് താഴ്മയോടും വിനയത്തോടും ഈ കൂട്ടായ്മയിൽ വചനം പ്രഘോഷിപ്പിക്കാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.